വീണ്ടും ഫീസ ഉദ്ഘാടനം ചെയ്തു. രഹ്ന റഷീദ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ KS അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. PM മൊയ്തു, PM സലീം, PK ഹംസ, VM സൈഫുദ്ദീൻ, EK മുഹമ്മദ്, PK മുഹമ്മദ് അലി, സാജിദ റിയാസ്, സുമയ്യ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഒപ്പന, ദഫ്മുട്ട്, അറബിക് ഡാൻസ്, മാപ്പിളപ്പാട്ട്, കോൽക്കിളി തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. ആർക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കള്ളി അരുമക്കിടാവിനോട് ഉയർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറക്കെ ചെയ്തി. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായ ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. കുമ്മിസ്മായിൽ കാലിട്ടടിച്ച കുളിരൊഴുക്കും ഇന്നെൻ്റെ കാലടിച്ചോട്ടിലെ മൺതരിയിൽ പണ്ട് ആറ്റൽ നബിയാട് മേച്ചിരുന്നു. കാലടിച്ചോട്ടിലെ മൺതരിയിൽ പണ്ട് ആറ്റൽ നബിയാട് മേച്ചിരുന്നു. ബദിരീങ്ങളെ പെറ്റ നാട് കാണാൻ ബഹിറാലയം നീന്തി വന്നവൻ ഞാൻ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KSEB കയ്പമംഗലം ഡിവിഷനിലെ ജീവനക്കാർ സുരക്ഷാ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാളമുറി സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി ചന്ദ്രാപിന്നിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ KP സുനിൽ ഉദ്ഘാടനം ചെയ്തു. സബ് എഞ്ചിനീയർ ഷാജി അധ്യക്ഷത വഹിച്ചു. വൈദ്യുതി സുരക്ഷയെ സംബന്ധിച്ച് സബ് എഞ്ചിനീയർ P സന്തോഷ് കുമാർ ബോധവൽക്കരണം നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ആബിദീൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
പെരിഞ്ഞനം ലയൺസ് ക്ലബിൽ 2023-24 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. ലയൺസ് സെക്കൻഡ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഭംഗിയായി പ്രവർത്തിച്ച് മൂന്നല്ല ഒരു ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്റെ മനസ്സിൽ പ്രവർത്തിച്ച PSD ടീമിനും ലയൺസ് ക്ലബ് ഓഫ് പെരിഞ്ഞനത്തിനും 1000 അഭിവാദികളും നന്ദി പറഞ്ഞിട്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കാരണം ലയൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം 200ഓളം രാഷ്ട്രങ്ങളിൽ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനം. ഇതിന്റെ ഇത്തരത്തിലുള്ള മീറ്റിംഗ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിനും കൂടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തെ ലയൺസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് 12 മണി കഴിഞ്ഞാൽ പ്രസിഡന്റ് ഇൻകമിംഗ് പ്രസിഡന്റ് ആവുന്ന 12 മണി വരെ ഈ ഇയറിന് ലോകം മുഴുവൻ ഈ ഒരു വർഷം 2022-23 വർഷത്തിന്റെ സമയം കഴിയുകയായി. അടുത്ത വർഷം 2023-24 കാലഘട്ടത്തിലേക്ക് പോകുന്നു. ഇന്നും കൂടെ എന്നെ എലക്ട് ചെയ്തു. നാളെ തൊട്ട് ഞാൻ സെക്കൻഡ് VDG ആണ്. കാരണം എന്താ വെച്ചാൽ DG എലക്ട് എന്ന് പറയുന്നത് DG ആയി മാറി. ഫസ്റ്റ് VDG DG ആവുന്നു, സെക്കൻഡ് VDG ഫസ്റ്റ് VDG ആവുന്നു. സെക്കൻഡ് VDGയിലേക്ക് എലക്ട് എന്നാണ് ഞാൻ സെക്കൻഡ് VDG പറഞ്ഞു. അപ്പൊ നമ്മുടെ ലയൺസത്തിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് നാളത്തെ ജൂൺ മാസം കഴിഞ്ഞു. ക്ലബ്ബ് പ്രസിഡന്റ് പ്രസന്നൻ തറയിൽ അധ്യക്ഷത വഹിച്ചു. PK ജോൺസൺ, ക്ലബ്ബ് സെക്രട്ടറി PS സുധീഷ്, ജിതേഷ് മണ്ടത്ര, പ്രസന്നൻ പറമ്പിൽ, സോൺ ചെയർമാൻ സജിൻ R കൃഷ്ണൻ, ഹരിദാസ് ആലക്കാരൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജിതേഷ് മണ്ടത്ര പ്രസിഡന്റായും സുധീഷ് പഴുപ്പറമ്പിൽ സെക്രട്ടറിയായും ട്രഷററായി ഹരിദാസ് ആലക്കാരനും സ്ഥാനമേറ്റു. കയ്പമംഗലം ഗ്രാമലക്ഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രക്തദാന ക്യാമ്പും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമലക്ഷ്മി മരണാനന്തര സഹായ സമിതിയിൽ നടത്തിയ ക്യാമ്പിൽ സമിതി പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണം ചെയ്തു. സെക്രട്ടറി ശിവൻ മോങ്ങാടി, ക്ലബ്ബ് പ്രസിഡന്റ് വിവേക് തോട്ടാരത്ത്, സെക്രട്ടറി നീതു സലീഷ്, ഗജാൻജി ലിക്സൺ ഐക്കിരത്ത്, ക്ലബ്ബ് രക്ഷാധികാരികളായ ബാബു മൂത്തേരി, ജയരാജൻ കോതങ്ങത്ത് എന്നിവർ സംസാരിച്ചു. തൃശൂർ IMAയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകത്ത് കഴിഞ്ഞ ദിവസം 10 ഗ്രാം MDMA-യുമായി യുവാവിനെ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുമോദന സദസ്സ് തിങ്കളാഴ്ച. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആസ്ഥാന കേന്ദ്രമായ PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന് ശിലയിട്ടു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.